ഇന്നലത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റു. മോങ്ങണ്ടാരി ആയിരിക്കുമല്ലോ. അപ്പോൾ ആ സൗണ്ടൊക്കെ ഇങ്ങനെയായി. ഇപ്പോൾ രാവിലെ എത്ര മണി? 7 മണിയാവണം. നമ്മൾ എണീറ്റിട്ട് ഇനി കയറാനുള്ള പരിപാടിയാണ്. മുകളിൽ കയറി ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങാം എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു രാത്രിയിൽ. ഞങ്ങൾക്ക് സ്ലീപ്പിംഗ് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ടെൻറ്റിലാണ് കിടന്നത്. ഈ ടെൻറ്റിലാണ് കിടന്നത്. അവിടെ അടുക്കി പെറുക്കലും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ടോ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ആ ഡയറക്ഷനോട് പോകേണ്ടത്. അപ്പം മഞ്ഞ് വിരിച്ച മലനിരകളൊക്കെയാണ്. അതിനെ കൂടെയൊക്കെ വേണം കയറിപ്പോകാൻ. അപ്പോൾ ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗേജ് ഇവിടെ വെച്ചിട്ട് വെറുതെ നടന്ന് കയറാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ കുറച്ചുകൂടെ സുഖമായിട്ട് പോകാൻ പറ്റും തോന്നും. ഇതിങ്ങനെ ഇവിടെ ഷട്ടിൽ സർവീസ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി ഞങ്ങൾ എന്തായാലും കയറാമെന്ന് വിചാരിക്കണം. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1.25 കിലോമീറ്ററോളം കയറി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ മാഗി, ഇവിടുത്തെ ആസ്ഥാന ഭക്ഷണം. ഇവിടെ നോക്കിയാലും കിട്ടും. രാവിലെ പോഹ പോലത്തെ സാധനങ്ങളൊക്കെ വേറെ ഉണ്ടാകുന്നത്. അതൊന്നും കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ മാഗി കഴിച്ചു. ഇനിയൊരു ഏകദേശം എത്ര കിലോമീറ്ററാ? 3.25 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഇനി അങ്ങോട്ട് ഭയങ്കര കയറ്റം ഇല്ലെന്നാണ് അവിടെ. പിന്നെ ഞങ്ങളുടെ ലഗേജും ഇല്ല, ഞങ്ങൾ താഴെ വെച്ചിട്ട് കയറി. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് കയറാനൊക്കെ പറ്റുന്നുണ്ട്. രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ അവിടെയൊക്കെ. കാണിച്ചുതരാം. അത് നമ്മൾ ഇന്നലെ കണ്ട പോയിന്റിലാണ്. ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അടിച്ചു കാണാൻ പറ്റും. ഹെലികോപ്റ്റർ ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ഇഷ്ടം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെ നിന്ന് വരും, അതുപോലെ ആളിനെ ഇറക്കും, തിരിച്ചു വരും. അങ്ങനെ രാവിലെ നല്ല തിരക്കാണ്. പക്ഷെ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് വന്നതിൻ്റെ അത്ര തിരക്ക് ഫീൽ ചെയ്യുന്നത്. ഏതുണ്ട് ആ വെള്ള കളർ കാണുന്ന ആക്ച്വലി ഗ്ലേഷ്യറാണ്. എന്താ പറഞ്ഞു ഉറഞ്ഞിരിക്കുന്നത്. അതുപോലെ താഴെയുണ്ട്, അത് തിരിച്ചു പോകുമ്പോൾ കാണിച്ചത്. ഇന്നലെ രാത്രിയായിപ്പോയി. ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ഈ ഗ്ലേഷ്യർ കാണുന്നത്. അത് ഒരുപാട് രാത്രിയായി. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. വീഡിയോയ്ക്ക് അത് കറക്റ്റ് കാണാൻ പറ്റില്ല. ഇനി തിരിച്ചു പോകുമ്പോൾ അതൊക്കെ കാണിച്ചു തരാം. താഴെ നമ്മളീ പുഴ ഒഴുകുന്നതിൻ്റെ അവിടെ തന്നെ 1-2 ഗ്ലേഷ്യേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ പോകുന്നതിൻ്റെ തൊട്ട് സൈഡിൽ കാണാൻ പറ്റും. വേണമെങ്കിൽ എൻ്റെ മുകളിൽ കയറാനൊക്കെ പറ്റും. അങ്ങനെ അപ്പോൾ നമ്മൾ ഇനി അവിടെ ചെന്ന് തൊഴുതിട്ട് നല്ല ക്യൂ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ചെന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 1-2 പേര് ഇന്നലെ ഞങ്ങൾ വഴിക്കുന്ന കണ്ട 1-2 പേര് മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ നല്ല റഷാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ചെന്ന് ക്യൂ നിന്ന് തൊഴുന്നതിനനുസരിച്ച് പിന്നെ തിരിച്ചിറങ്ങി പിന്നെ താഴോട്ട് പോകാനാണ് പ്ലാൻ. നേരത്തെ നമ്മൾ ഗ്ലേഷ്യർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ക്ലോസ് വ്യൂ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഈ വെള്ള കളറിൽ കാണുന്നത് ആക്ച്വലി ഗ്ലേഷ്യറാണ്. പക്ഷേ ഐസ് കേട്ടോ കട്ട് ചെയ്ത് ഇവിടെ വഴി അവർ റീഓപ്പൺ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇത്രയും പൊക്കത്തിൽ കാണുന്ന മൊത്തം ഐസാണ്. ഇവിടെയൊക്കെ ചെളി വീടും കുഴഞ്ഞു കിടക്കാണ്. അതാണ് ഈ കളറ്. മേളോട്ടുണ്ട്, അതുവരെ ഉണ്ട്. അതെ എങ്ങനെയാ നല്ല തണുപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അവിടെ നിങ്ങൾക്ക് നേരത്തെ കാണിച്ച മലയൊക്കെ കാണാം. അവിടെ വേറൊരു ഗ്ലേഷ്യറാണ് വെള്ള കളറിൽ. പിന്നെ മേളിലൊക്കെ അവിടെ ഇവിടെ വെള്ളം നിറച്ച് താച്ചുണ്ട് മഞ്ഞിൻ്റെ. ഇത് കുത്തിക്കഴിഞ്ഞാൽ ഇളകി വരും. ആൾക്കാരെ കുത്തിപ്പൊടിച്ചിട്ടുണ്ട്.
ഇതാണ് ഇപ്പം വഴിയിൽ നിന്ന് പൊട്ടിയത്. നല്ല ബലം കേട്ടോ. നമ്മൾ മറ്റേ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ് എടുക്കുന്ന പോലെ ബലത്തിരിക്കുന്ന സാധനമാണ്. പെട്ടെന്ന് പൊട്ടികളി വരില്ല, ചവിട്ടിയൊക്കെ ഉപയോഗിച്ചും വരില്ല. ഇവിടെ ഫുള്ള് ആ വഴി ഇങ്ങനെ നടക്കുന്നത്. ഇതാണ് വഴിയുടെ അവസ്ഥ. നമ്മൾ ഏതിലാണ് നടക്കുന്നത്. ഇന്നലെ മഴ കൂടെ ചെയ്യുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് കളിയിലേക്കാണ് തോന്നുന്നു. ചിലപ്പോൾ വെയിൽ വരുമ്പോഴത്തേന് ഇത് ഉണങ്ങുമായിരിക്കും. പക്ഷേ എത്ര പെട്ടെന്ന് ഉണങ്ങണമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ തെന്നി വീഴാതെ സൂക്ഷിച്ചൊക്കെയാണ് നടക്കണം. ഇവിടെ ഒരു സൂചിയുണ്ട്. ഓക്കെ, ഇടയിൽ കൂടെ കല്ലൊക്കെ വീണ് നടക്കും. ഷൂവിൻ്റെ ഒക്കെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാണ്. കംപ്ലീറ്റ് ചെളി പിടിച്ച് ഷൂ മാത്രമല്ല, ഈ കുതിര പോകുമ്പോൾ ചെളി ചവിട്ടി തെറിച്ച് പോവുക. അപ്പോൾ പാൻറ്റിലും ഒക്കെ ചെളിയാണ്. ഇന്നലെ പറഞ്ഞാൽ നമ്മൾ നടക്കുന്നതിൻ്റെ പകുതി സമയം ഈ കുതിരകൾ കളയും. നിങ്ങൾ വരുമ്പോൾ മാറി നോട്ടിൽ ഇത് ഇട്ടിട്ട് പോകും. നല്ല ചെളിയുണ്ടോ? തറ മുഴുവൻ ചെളിയാണ്. ഇപ്പോഴാണ് കാര്യം ശ്രദ്ധിച്ചത്. ഈ ഗ്ലേഷ്യർ കിടക്കുന്നതിൻ്റെ കൂടെ ഇഷ്ടംപോലെ പാറക്കല്ലൊക്കെ കിടക്കുന്നുണ്ട്. വേണ്ട, വലിയ വലിയ കല്ലുകൾ കിടക്കുന്നുണ്ട്. അത് മേളിൽ നിന്നും കിടപ്പുണ്ട്. മിക്കവാറും വല്ല അതിൻ്റെ ഇടയിൽ കൂടെ വല്ല ലാൻഡ് സ്ലൈഡ് എങ്ങാനും പൊട്ടി വന്ന് ആ വെള്ളം എല്ലാം കൂടെ ഇവിടെ കിടന്ന് ഐസായതായിരിക്കും. ഇതൊക്കെ പൊട്ടിച്ച് മാറ്റാൻ കുറേ പേര് അത്യാവശ്യം നല്ല രീതിയിൽ മെനക്കെട്ടിട്ടുണ്ട് ഈ സീസൺ തുടങ്ങുന്നതിന് മുന്നേ. ഇത് അവിടെ നിന്നൊരു ഹിൽ ബോട്ട് വരുന്നുണ്ട്, കാണാൻ നല്ല അവിടെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് വരുന്ന പോകുന്നുണ്ട്. ഇങ്ങനെ ഇവിടേക്ക് എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ കിടക്കുന്നുണ്ടോ. PWD സ്യൂട്ടൊക്കെ ഇട്ട ആൾക്കാർ ഈ അടുത്ത ഗ്ലേഷ്യർ, നമ്മൾ നേരത്തെ കണ്ട ഗ്ലേഷ്യർ കഴിഞ്ഞൊരു 200-250 മീറ്റർ കഷ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആണ് അടുത്തത് ഇങ്ങനെ പോയി താഴെക്കൂടെ അങ്ങ് പോകും. അതിൻ്റെ മുകളിൽ ആൾക്കാരെ കയറിപ്പോണ്ടോ, നമുക്ക് കയറി വെക്കാം. ഞാനിപ്പോൾ ഈ ഗ്ലേഷ്യറിന് മുകളിലേക്ക് കയറി പോകണം കേട്ടോ. ഗ്രിപ്പൊന്നും പോകുന്നില്ല. ഇങ്ങനെ കയറി കുറച്ച് മുകളിലോട്ട് പോകുന്നുണ്ട്. ചെളിയൊക്കെയാണ്, ആൾക്കാരൊക്കെ ചവിട്ടി ചവിട്ടി. ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളം നിർത്തി കാണാം സാധനം. മുകളിൽ ഇതേ അവിടെ നല്ല വെളുത്ത നിറത്തുള്ള മല. നല്ലോണം ചവിട്ടി ഹോൾഡ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ. ഇതിന് ചില സ്ഥലമൊക്കെ തെന്നുന്നുണ്ട്. നമ്മൾ ചവിട്ടി പ്രഷർ കൊടുക്കുമ്പോൾ കാല് തെന്നി പുറകിലോട്ട് പോകും. മുഴുപ്പിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. താഴത്തുണ്ട്, അവർ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ കാണി വെച്ചു. വെയിലുണ്ട്, ഇളകി വരുന്നുണ്ട് നല്ല. പക്ഷെ ഇത് നല്ല ഉറച്ച് കിടക്കണം കേട്ടോ. ഇത് ഇളകുന്നൊന്നുമില്ല. ഇവിടെ ഈ ലോക്കൽ സ്കീയിങ് ഒക്കെ ഉണ്ട്. ഇവിടെ കൂടെ കണ്ടോ വഴിയുണ്ട്. അവിടെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. ഇതാണ് നമുക്ക് ഇനി ഒരു 2.5 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് കുതിരകളുടെ പാർക്കിംഗ്. ഇതാണ് കുതിരകളുടെ പാർക്കിംഗ് ഏരിയ. കുതിരകളുണ്ട്, ഇവിടെ വലിച്ചെടുത്തിട്ടുണ്ട്, മേളിലും നിർത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകണ്ടാവും കുതിരകൾ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ട് നിർത്തുന്നതായിരിക്കും. കുറേ സ്ഥലമുണ്ട് ഇവിടെ നടത്താൻ വേണ്ടി. നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇനിയൊരു കഷ്ടി 1/2 കിലോമീറ്റർ കണ്ടായിട്ടുണ്ട് തോന്നുന്നു. ഹെലിപ്പാഡിൻ്റെ അവിടെ എത്താറുണ്ട്. നല്ല ക്യൂ ആണെന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ ഇപ്പുറം വരെ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കണ്ട 2 മലയാളികളുണ്ട്. അവരിപ്പോൾ ക്യൂവിൽ കയറി നിൽപ്പുണ്ട്. ചെന്ന് കഴിഞ്ഞാൽ കയറാമെന്നൊക്കെ പറഞ്ഞു. നോക്കട്ടെ, ആ സമയത്തിന് അവിടെ എത്തുകയാണെങ്കിൽ കയറാം അങ്ങനെ വിചാരിക്കുന്നു. കൂടുതൽ 2 പേര് ഇച്ചിരി പറയാം. അപ്പോൾ അവരും കൂടെ എത്തുകയാണെങ്കിൽ നമ്മൾ ആ ടൈമിൽ ക്യൂവിൽ കയറിയിട്ട് അങ്ങ് പോകും. ക്യൂ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു
1/2 കിലോമീറ്റർ പുറത്തോട്ട് ക്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ കുറച്ച് മുമ്പിലോട്ട് നീങ്ങിയെന്ന് പറഞ്ഞൊരു ക്യൂവിൽ കയറിയിട്ട് അവരുടെ കൂടെ കയറുകയാണെങ്കിൽ ഈ പോർഷൻ സ്കിപ്പ് ചെയ്താൽ കയറാൻ പറ്റും. അറ്റ്ലീസ്റ്റ് കുറച്ച് ദൂരമെങ്കിലും ഒന്ന് മാറി കിട്ടും. 3 മണി വരെയാണ് ഇവിടെ ദർശനമുള്ളത്. പക്ഷേ നമുക്ക് എത്രയും പെട്ടെന്ന് കയറിയിട്ട് തിരിച്ചിറങ്ങാമെന്നുള്ളതാണ് ഐഡിയ. ഇന്ന് തന്നെ താഴെ നാളെ നമുക്ക് ബദരിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടി നമ്മൾ അതെ നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്കത് പോരാ. അതിനൊരു QR കോഡൊക്കെ ഉണ്ട്. അവർക്കത് പോരാ. അത് കാണിച്ച് വേറൊരു ടോക്കൺ എടുക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ വഴിയിൽ നിന്ന് ഇച്ചിരി താഴോട്ട് വന്ന് ഈ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ഇനി അത് എവിടെ നിന്നാണെന്ന് പോയി നോക്കട്ടെ. നമുക്ക് ഇങ്ങോട്ട് ഏതൊക്കെയോ നടന്ന് നമുക്ക് കുറച്ച് ദൂരം പോകണം. നമ്മളെ വഴി ആക്ച്വലി ബാക്കിലാണ്. നമ്മൾ ഇടയ്ക്കോട്ട് ചാടി ഇവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ പോവാണ്. ഇത് ഹെലിപ്പാഡാണ് കേട്ടോ. ഇവിടെ ഹെലികോപ്റ്ററൊന്നും ഇല്ല. ഇതിലേക്കൂടെ പോയി ടോക്കൺ എടുത്ത് ക്യൂവിൽ കയറണം. ടോക്കൺ എടുക്കുക. ഇതാണ് നമ്മുടെ ടോക്കൺ എടുക്കാനുള്ള കണ്ടോ കാണുന്ന ആ കുഞ്ഞി ഷെഡിൽ നിന്നാണ് ടോക്കൺ എടുക്കേണ്ടത്. ഇത്രയും ക്യൂ ഉണ്ട്. നമ്മളാക്ച്വലി ഓൺലൈൻ ടോക്കൺ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് പോരാ. ഇവിടെ അത് കാണിച്ച് വേറൊരു ടോക്കണൊക്കെ എടുത്തിട്ട് വേണം, പേപ്പർ ടോക്കൺ എടുത്തിട്ട് വേണം ഇവിടെ പോകാൻ. ഇത് നമുക്കറിയില്ലായിരുന്നു. നമ്മൾ വഴിയിൽ നിന്നപ്പോൾ ഒരു പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു നമ്മളെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങളപ്പോൾ കയറി ഞങ്ങൾ ക്യൂവിൽ നിൽക്കാന്നുള്ള പരിപാടി തൽക്കാലം ഉപേക്ഷിച്ചു. ബിക്കോസ് ഇത് വലിയ ക്യൂ ആണ്, ഭയങ്കര വലിയ ക്യൂ ആണ്. 3 മണി വരെ അമ്പലമുള്ളൂ. ഇപ്പോൾ 1:30 ആയി ഓൾമോസ്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് തൊഴാൻ പറ്റില്ല. അപ്പോൾ തൊഴുന്ന പരിപാടി ഞങ്ങൾ തൽക്കാലം ഡ്രോപ്പ് ചെയ്യാം. അകത്ത് കയറി തൊഴുന്ന പരിപാടി ഞങ്ങൾ തൽക്കാലം ഡ്രോപ്പ് ചെയ്യാണ്. ഞങ്ങൾ പുറത്തുനിന്ന് തൊഴിയിട്ട് അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിൽ വരെ വരാൻ പറ്റും. അകത്ത് കയറാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തൊഴുതിട്ട് തിരിച്ചിറങ്ങാനുള്ള പരിപാടിയാണ്. ഞങ്ങൾക്ക് സമയമില്ല. നാളെ ഞങ്ങൾക്ക് ബദ്രീനാഥിലോട്ട് പോകാനുള്ള ബസ്സും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് താഴെ എത്തിയേ പറ്റുള്ളൂ. അതേപോലെ ദിവസവും കയ്യിൽ കുറവാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വെളിയിൽ നിന്ന് തൊഴുതിട്ട് പോകും. അമ്പലം എവിടെയുണ്ട് എൻ്റെ പുറകിൽ. അത്ര മുന്നിൽ വരെ ചെല്ലാൻ പറ്റും. അതിൻ്റെ തൊട്ട് മുന്നിൽ വരെ ചെന്ന് തൊഴാനായിട്ട് പറ്റും. എന്താ പറയുക, ഭയങ്കര തിരക്കാണ്, അതിഭീകര തിരക്കാണ്. 24/7 ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങളിനി തൊഴുതിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെയാണ് പ്ലാൻ. അമ്പലത്തിൻ്റെ ഏറ്റവും മുന്നിലാണ് നിൽക്കണേ. ഇനി മുമ്പിലോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെ പോയി ഇതിനകത്തോട്ട് കയറി അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങിയത്. അങ്ങനെയാണ് ഇവിടെ വലിയ നന്ദിയുടെ പ്രതിമയൊക്കെ ഉണ്ട്. ഇവിടെ കുറേ സന്യാസിമാരൊക്കെ പോയി. കേദാർനാഥിൽ പണ്ട് 2016 ഫ്ലഡ് വന്നിട്ടുണ്ട്. അന്ന് ഈ അമ്പലം ഒഴിച്ച് ബാക്കി ഈ സൈഡിലുള്ള എല്ലാ സാധനവും തൂത്തിറക്കി പോയതാണ്. അമ്പലം പോകാത്തതിൻ്റെ കാര്യം വെച്ചാൽ അന്ന് ഈ സമയത്ത് ഇവിടെ ഒരു കല്ല്, ആ പുറകെ കിടക്കുന്ന കല്ല് അവിടെ ഒന്ന് കിടന്നിട്ട് വെള്ളം അതിൽ തട്ടി സ്പ്ലിറ്റായിപ്പോയി, അമ്പലത്തിൽ തട്ടാണ്ട്. അതുകൊണ്ട് അമ്പലത്തിൻ്റെ കാര്യമായിട്ട് ഒന്നും പറ്റിയില്ല. അതിൻ്റെ കൺസ്ട്രക്ഷനാണ് താഴെ മുഴുവൻ ഉള്ളത്. ഇപ്പോഴും ആ വെള്ളം എടുത്തുകൊണ്ട് പോയുണ്ട്. അതിന് ഇവിടെ ഇതിപ്പോൾ ഒരു ശിവലിംഗം പോലത്തെ സാധനമാണ് വന്നത് പറയുന്നുണ്ട്. ആ കല്ലിനെ ആൾക്കാർ പൂജിക്കുന്നുണ്ട്. ഇപ്പോൾ ആ കല്ലിന് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമെന്ന് നോക്കണം. ഇതിനെക്കൂടെ കയറി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഇവർ ഈ കല്ലുകൊണ്ട് ഈ സംഭവം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വരുന്ന ആൾക്കാർ ചെയ്ത് വെക്കുന്നതാണ്. ഒരുപാടുണ്ട് ഇവിടെ കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്ന കല്ലും അതിൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കി വെച്ചാൽ. ആക്ച്വലി നമ്മൾ എൻ്റെ ഭൂട്ടാനിൽ പോയപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞു തന്നെ മറ്റേ സ്തൂപം, ബുദ്ധസ്തൂപത്തിനെ ഇത് ചെയ്തിട്ടാണ്, അതിനെ റെപ്രസെൻ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെ പക്ഷെ അതിന് റിലവൻസ് ഉണ്ടോയെന്നറിയില്ല. വേറെ എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതിന് തട്ടാണ്ട് താഴെ പോവാണ്. ഇവിടെ കല്ലിൻ്റെ അടുത്ത് വരെ പോയി നോക്കാം. ഇത് അവിടെ ഒരു വലിയ വെട്ടുണ്ടോ, അതാണ് ആക്ച്വലി പണ്ട് ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് ഒലിച്ച് വന്ന ഭാഗം. അപ്പോൾ ഇവിടെയൊക്കെ കുറേ കുട്ടിപ്പൊട്ടി കിടപ്പുണ്ട്. അന്ന് ഇതെല്ലാം കൂടെ വന്ന് ഇതിലേക്കൂടെ ഒലിച്ചങ്ങ് താഴെപ്പെട്ടു.
അന്ന് ഈ അമ്പലത്തിൻ്റെ പുറകിൽ കണ്ടോ വലിയൊരു കല്ലാണ്. അമ്പലത്തിൻ്റെ പുറകിൽ വന്ന് നിന്നതുകൊണ്ട് അമ്പലത്തിനൊന്നും പറ്റിയില്ല. അമ്പലം രക്ഷപ്പെട്ടു. വെള്ളം ഇതിൽ തട്ടി തിരിഞ്ഞങ്ങ് പോയി. അതിൽ ആൾക്കാർ പൈസയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ സന്യാസികാരൊക്കെ ഇരുന്ന് ഓരോ വിഗ്രഹങ്ങളൊക്കെ ഇരുന്ന് വെച്ചിട്ട് പൂജയും പരിപാടികളൊക്കെ ഉണ്ട്. ഇത് വലിയല്ലോ കേട്ടോ, അത്യാവശ്യം നല്ല വലിയല്ലോ. ഈ സൈഡിൽ നിന്നാണ്. അതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ സൈഡ്. ഇതാണ് നമ്മുടെ കല്ല്. ഒരു 8-10 അടി പൊക്കം വരും. ഇത്രയും വലിയ ഉരുൾപൊട്ടലിന് മിക്കവാറും നമുക്ക് പറയാം ഇവിടുത്തെ ശിവനോ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തികളാരോ കൊണ്ടുവച്ചാണ് ആ കല്ലിന് പുറകിൽ വന്ന് അതിനിപ്പോൾ ഒരു ബേസ്മെൻ്റ് കെട്ടിയിട്ടുണ്ട് ആ കല്ലിന്. അപ്പോൾ നമ്മൾ പതുക്കെ ആട്ടിറങ്ങാണ്. ഇവിടെയൊക്കെ തൊഴുതു. ആ പുറകിലത്തെ പറക്കലിലൊക്കെ പോയി അതിൻ്റെ അവിടെ പോയി ഒന്ന് തൊഴുതു. വേണമെങ്കിൽ ഇവിടെ നിന്ന് 1-2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പതുക്കെ ചരിക്കും. സമയത്ത് 2 കാലമായി. സമയം 3 മണിയാകുമ്പോൾ അടയ്ക്കും. അപ്പം ഞങ്ങളെ എത്തിക്സ് പരിപാടിയൊക്കെ മാറ്റി വെച്ചു. ഇനി നടക്കാൻ വയ്യ, ക്ഷീണിച്ച് ഒരു പരുവായി. കുതിരപ്പുറത്ത് കയറി താഴോട്ട് പോകാമെന്ന് വിചാരിക്കണം. സംഭവം എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. നിവർത്തിയില്ല. ഞങ്ങൾക്ക് വൈകുന്നേരം താഴെ എത്താൻ വേണം. ഞങ്ങളുടെ പേസിൽ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് താഴെ എത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കുതിരയെടുത്ത് പോകാമെന്ന് ചെയ്യാം. അപ്പം ഞങ്ങൾ കേദാറിന് ഇറങ്ങുകയാണ്. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ടിറങ്ങണു. ഇനി നമ്മൾ കുതിര പിടിച്ച് താഴോട്ട് പോകും. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇഷ്ടം ഉണ്ടായിട്ടില്ല, പിന്നെ നിവർത്തിയില്ല. അതുകൊണ്ടാണ് കുതിരപ്പുറത്തല്ലാണ്ട് വേറെ പോകാൻ മറ്റേ ആ കുട്ടയിലൊക്കെ വെച്ചോണ്ട് പോകാൻ തീരെ സുഖമില്ലാത്ത പരിപാടിയാണ്. അതുകൊണ്ട് അതിൽ കയറണില്ല, കുതിരപ്പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇവിടെ കഴിക്കാൻ കയറി. അമ്പലത്തിൻ്റെ മുമ്പിൽ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലൊരെണ്ണത്തിന് കഴിക്കാനായിട്ട് കയറി. നമുക്ക് അനുഭവം ചോദിച്ചോട്ടെ. അനുഭവം പറയും, ഒച്ചത്തിൽ പറയാം. വളരെ നല്ലൊരു അനുഭവമാണ്. ആദ്യമായിട്ട് വന്നതിൻ്റെ ആയിരിക്കും. ഇത് മേലെ ആരും നടന്ന് വരരുത്. ഹെലികോപ്റ്ററിൽ വരിക, ഇറങ്ങുക, VIP ദർശനം ടിക്കറ്റ് എടുക്കുക, കയറുക, തൊഴുക, തിരിച്ചതേപടി പോവുക. നടന്ന് വരരുത്. കുതിരപ്പുറത്ത് വരികയേ ചെയ്യരുത്. ഇനി കൊണ്ട് ഉപ്പാട് വരും. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുന്ന കുതിരപ്പുറത്ത് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഈ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കണം. രാവിലെ ഒരു മാഗിയുടെ പുറത്താണ് ഇത്ര ദൂരം കയറുന്നത്. അത് തീർന്നു, അതെപ്പോഴേ തീർന്നു. ഇനി കഴിച്ചിട്ട് തിരിച്ചിറങ്ങാനുള്ള പരിപാടിയാണ്. ബാക്കി നമ്മൾ കഴിപ്പ് കഴിഞ്ഞ് കുതിരപ്പുറത്ത് കയറിയിട്ട് കാണും. ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി കേട്ടോ. കുതിരപ്പുറത്താണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ ഒരു കുതിര, അവിടെ ഒരു കുതിര, അവൻ്റെ കുതിര. ഇത് എൻ്റെ കുതിര. ഭയങ്കര കഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഓടിക്കുന്നത്. എനിക്ക് തോന്നുന്നു 6 മാസം കൊണ്ട് കിട്ടേണ്ട റവന്യൂ മുഴുവൻ, 1 കൊല്ലം കൊണ്ട് കിട്ടേണ്ട റവന്യൂ മുഴുവൻ 6 മാസം കൊണ്ട് കിട്ടിക്കാൻ അവൾ ഓടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് തെന്നുന്നുണ്ട് ഇതിൻ്റെ കാലൊക്കെ. മറിഞ്ഞു വീഴില്ല എന്നുള്ള ഒരു ഇതിലാണ് പോണം. ഹരിക്കുട്ട, നന്ദമോനെ വന്നില്ലേ? നീ നിൽക്ക്. ഓക്കെ, അപ്പം നമ്മൾ കുതിരപ്പുറത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. പറ്റുമോ എടുക്കാം. ഞങ്ങൾ കുതിരതയെ പോകുന്നത്. ഇതിൽ എന്തോരം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും കുതിരപ്പുറത്ത് കയറി. എത്തിക്സിനെതിരാണ്. എത്തിക്സിനെതിരാണ്, എന്നാലും കുതിരപ്പുറത്ത് കയറി. ഈ സാധനം ഫുള്ള് ഇറക്കമാണ്. നമ്മൾ ബാക്കിലോട്ട് ആഞ്ഞിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ബാലൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം ഇരുന്ന, ഞങ്ങൾ കയറിയിട്ട് കുറച്ച് നേരമായി. പേടിച്ചിട്ടാണ് ആദ്യം കുറേ നേരം വീഡിയോ എടുക്കാണ്ടിരുന്നത്. പിന്നെ ഈ ബാഗ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തെടുത്ത് അടുത്തൊരു ഹോട്ടലിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ അതെടുക്കണമായിരുന്നു. അപ്പോൾ അതെടുക്കാൻ നിർത്തുന്ന വരെയുള്ള ഒരു ഓട്ടം ഉണ്ടല്ലോ, അത് അപ്പം ഏകദേശം ഒരു ബാലൻസ് ആയി എന്നുള്ളൊരു എന്താ പറയുക ഫീലിംഗ് ഉണ്ട്. ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. എന്താ പറ്റുന്നത്?
ഈ കൊടൂര ഇറക്കമാണ്. ഇതിനെക്കൂടെയാണ് ഇവർ ഈ സാധനം കൊണ്ട് ഓടിക്കണം. മൊത്തം മഞ്ഞായിട്ടോ, ഇന്നിപ്പോൾ ഒന്നും കാണാൻ വയ്യ, തീരെ വിസിബിലിറ്റി ഇല്ല. ഇവരെ കൊണ്ട് ഒക്കാവുന്നതിൻ്റെ മാക്സിമം സ്പീഡിലാണ് പോണേ. പതുക്കെ പോകാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല. നല്ല കുലുങ്ങി ഇതിൽ ചിലപ്പം കുലുക്കം അറിയാൻ പറ്റുന്നുണ്ടാവില്ല. നല്ല കുലുങ്ങിയാണ് പോണം. ഈ മുടി കളർ ചെയ്ത് തീർക്കാനാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ കൊണ്ടുവന്നത്. ഇവൻ കുറച്ച് ടെററാണ്. മറ്റേ നേരത്തെ എൻ്റെ വണ്ടി ഓടിച്ചവനും ഇത്തിരി ടെററായിരുന്നു. ആമേ ഹരിക്കോട്ടൻ്റെ വണ്ടി ഓടിക്കുന്ന മാത്രം അപ്പം അതൊക്കെ പോണേ. ഇവൻ്റെ സ്പീഡിൽ ചാടിച്ചാട്ടാണ്. ഇത് സ്പീഡ് കൂടുമ്പോൾ ഇത് ഓടും. അപ്പം തീരെ സുഖം ഉണ്ടാവില്ല. ചാടിച്ചാടിയാണ് പോണേ. നല്ല മഞ്ഞാണ് കേട്ടോ. മഴ പെയ്യുമെന്നറിയാൻ പാടില്ല. മഴ പെയ്യുമെന്നറിയാൻ പാടില്ല. പെയ്താൽ റെയിൻകോട്ട് എടുത്ത് ഇടേണ്ടി വരും. തൽക്കാലം ഇട്ടിട്ടു. ഹായ് പോലെ പോയ ഒരു ആയത്തിലിരുന്ന് വീഡിയോ എടുക്കാൻ നോക്കാം. നല്ല രസമാണ് കേട്ടോ. പക്ഷേ അവിടെ നിന്ന് ലൈറ്റ് മൊത്തം മഞ്ഞ്. ആ മലയുടെ ഇടയിൽ കൂടി ഇച്ചിരി ലൈറ്റ് കയറി വരുന്നുണ്ട്. നല്ല മഞ്ഞ് കയറി വരുന്നുണ്ട്. നേരത്തെ മൂടൽ മഞ്ഞ, ചെറുതായിട്ട് വെള്ളം വീഴുന്നുണ്ട്. ഇത് മഴയാണോ മഞ്ഞാണോ നല്ല മഴക്കോളുണ്ട് വീഴുന്നു. ചിലപ്പോൾ മഴയായിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നിർത്തിയിട്ട് റെയിൻകോട്ട് എടുത്തിട്ട്. മഴ പെയ്യാണ്. മഴയല്ല, ആലിപ്പഴം കാണാമല്ല, തറയിൽ മൊത്തം വീഴുന്നുണ്ട്. നമ്മൾ റെയിൻകോട്ട് ഇടാൻ വേണ്ടി ഇതിനകത്തോട്ട് കയറിയതാണ്. പക്ഷെ അപ്പോഴത്തെ ആലിപ്പഴം വീഴുന്നു. എല്ലാവരും കൂടെ ഓടി അകത്ത് കയറി. എന്നിട്ട് ഞങ്ങളിപ്പോൾ വേഷം മാറി റെയിൻകോട്ട് എടുക്കും. ഇനി നമ്മൾ റെയിൻകോട്ടിനകത്തിരുന്ന് പോകാം. എനിക്കും റെയിൻകോട്ടുണ്ട്, ബാഗിനും റെയിൻകോട്ടുണ്ട്. അപ്പം നനയില്ല എന്നുള്ള വിശ്വാസത്തിൽ പോവാണ്. കുറച്ചൊക്കെ നനയായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഇതെല്ലാം കയറി 3 പേരും നല്ല നല്ല പരിശ്രമമായിട്ടോ. ചെറുത് കുട്ടി അലിപ്പഴങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ചലിക്കുകയാണ്. ഈ കുതിര മറ്റേ മഴയും പെയ്ത് നനയും കൂടി ചെയ്ത് കഴിഞ്ഞ് നല്ലോണം തെന്നും. ഞങ്ങൾ കയറി വന്നപ്പോൾ കുറേ കുതിരകളുടെ കാല് ഇതേപോലെ തെന്നി പോകണുണ്ടായിരുന്നു. പക്ഷെ ഇത് ബാലൻസ് ചെയ്യും എങ്ങനെയൊക്കെയോ എന്നാണ് പ്രതീക്ഷ. കണ്ടതെല്ലാം ബാലൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുതിര പോവാണ്. അങ്ങനെ 4 മണിക്ക് കുതിരപ്പുറത്ത് കയറിയ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം 6:30 ആവാറായി. 2.5 മണിക്കൂറിൻ്റെ അത്യന്തം സാഹസികമായ ഓട്ടത്തിന് ശേഷം ചായ പിടിക്കുന്നു. ടീ ബ്രേക്ക്. കുതിരയ്ക്കും ബ്രേക്ക്, ഞങ്ങൾക്കും ബ്രേക്ക്. ഇവിടെ ഒരു ചായപ്രാന്ത്. ഇന്ന് ചായയുടെ എണ്ണം വളരെ കുറവാണ്. കുതിരപ്പുറത്തായതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഒരു 10 പണ്ട് തീർത്തേനെ. അതെ, ഇവർ നിർത്തുന്നു, അതാണ് പ്രധാന കാര്യം. കഴിഞ്ഞ ദിവസം തീർത്തായിരുന്നു ഇവൻ ഏകദേശം. കഴിഞ്ഞ ടാർഗറ്റ് എത്തിയേ. ടാർഗറ്റ് സമ്മതിച്ചില്ല, ഇവര് സമ്മതിച്ചില്ല. ഇതൊരുമാതിരി ഓഫ് റോഡ് ബൈക്ക് ഓടിക്കുന്ന പോലെ അവരെ ഓടി. സത്യം. പക്ഷെ എന്റെ പുതിയ ഡ്രൈവർ ആള് മാറിയതാണ്. ആദ്യത്തെ ഡ്രൈവറിന് വേണമെങ്കിൽ ആ ഡ്രൈവറിനാണ് എനിക്ക് കിട്ടിയത്. ദൈവം സഹായിച്ചിട്ട്. നല്ല രസമാണ്. ഞങ്ങളെങ്ങനെ ആടിപ്പാടി താഴെ എത്തി. കുതിരപ്പുറം കയറിയിട്ട് ഇവിടെ ഒരു വലിയ ക്യൂ അടപ്പുണ്ട്. ഈ ക്യൂ അങ്ങ് പോയി അങ്ങ് താഴെ വരെ ഉണ്ട്. അത് താഴെ വഴി വരെ കാണാം. എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ചേട്ടനോട് ചോദിച്ചപ്പോഴേ ഇവിടെ ഷെയർ ടാക്സി ഉണ്ട് സോൻപ്രായ വരെ. അതിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. ഒന്ന് താഴെ വരെ ഉണ്ട്.
എനിക്ക് വേണം ഈ ക്യൂവിൽ വെറുതെ നിൽക്കുന്ന സമയങ്ങളിൽ നടന്ന് അവിടെ ചെല്ലാം. പിന്നെ ഞങ്ങൾ നടന്നു പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ 3 പേരും കൂടെ നടന്നു പോകണം. ഇവിടെ ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഉണ്ട്, ഇത്ര മതി. ഇവിടെ ഉണ്ട് ഞങ്ങളൊക്കെ. ഇതൊക്കെ കയറ്റിയ വണ്ടികളാണ് അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വരണത്. ഇവിടെ വരുന്ന ആൾക്കാരുടെ എണ്ണത്തിനെ സംബന്ധിച്ച് ഈ പോകുന്ന വണ്ടികളുടെ എണ്ണത്തിന് നല്ല കുറവാണ്. പക്ഷേ എല്ലാവരും ഒന്നും ഇതിനകത്ത് കുത്തിക്കയറ്റാനും പറ്റില്ല. പോകുന്ന വണ്ടി എല്ലാം ഫുള്ളി പാക്ഡാണ്. എല്ലാത്തിനൊക്കെ ഇടിച്ച് കുത്തിയ ആളാണ്. ഡിക്കിക്കകത്തൊക്കെ ആൾക്കാരെ തള്ളി കയറ്റിക്കൊണ്ടിരിക്കുക. ഈ വണ്ടി അതൊക്കെ നിറച്ച ആളാണ്. ബാക്കിലൊക്കെ 5-6 ആൾക്കാരുണ്ട്. പോകാൻ പറ്റില്ല. മല കയറുമ്പോഴാണെങ്കിൽ അവിടെ കുതിരയുടെ ആൾക്കാരുടെ അല്ല കുതിരയുടെ മറ്റേ ഡോളി ആൾക്കാരുണ്ട്. അതിൻ്റെ ഭാഗം ഇവിടെ ഇറങ്ങുമ്പോൾ ഈ വണ്ടികളുണ്ട്. നടന്നു പോകുന്നിട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ ക്യൂ നേരത്തെ കാണിച്ചൊന്നും ഏകദേശം 1.25 കിലോമീറ്റർ ക്യൂ ഉണ്ട്. എനിക്ക് വേണം ആ ക്യൂ തീർന്ന് അതിൻ്റെ ക്യൂവിൻ്റെ ഏറ്റവും ബാക്കിൽ എത്തുന്ന വണ്ടി കയറി താഴെ എത്തുമ്പോഴത്തേനും ഞങ്ങളും താഴെ എത്തുന്നതാണ്. ഞങ്ങളപ്പോൾ സമയം 10:10 സോൻപ്രയാഗ് വന്ന് റൂം എടുത്തു. ഞങ്ങൾ ആക്ച്വലി നാളെ വരാൻ വേണ്ടിയിട്ടുള്ള ബസ് ക്യാൻസലായി പോകുന്നു. അപ്പോൾ അതും ബുക്ക് ചെയ്തു. ഇവിടെ നിന്ന് നെറ്റ് കുറവായതുകൊണ്ട് വീട്ടിൽ വിളിച്ചു പറഞ്ഞാൽ അത് ബുക്ക് ചെയ്തു. ഇനി എന്താ, ഇനിയൊന്നുമില്ല. ഇനി കിടന്നുറങ്ങാൻ പോകുന്നു. കഴിച്ചിട്ട് ഒരു കുളിയും കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം. അതാണ് അത്ര എളിഞ്ഞ് നിൽക്കാനുള്ള. ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ. ഒരു വലിയ പാർക്കിംഗ് ഒക്കെ ഉണ്ട്, ടാക്സി പാർക്കിംഗ്. സോൻപ്രയാഗിലെ പാർക്കിംഗ് ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ അങ്ങാണ് ഉണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് നാളെ പോകാനുള്ള. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, അടുത്ത വീഡിയോയിൽ കാണാം. നാളെ അപ്പോൾ നമ്മൾ ഹോപ്പ്ഫുള്ളി ബദ്രീനാഥിലേക്ക് പോകും. അപ്പോൾ അത് അടുത്ത വീഡിയോയ്ക്ക് അത്ര. അതെ.